ഹായ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് നമ്മുടെ കറ്റാർവാഴ കെയറിങ് ഒന്ന് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ കറ്റാർവാഴയുടെ ഗ്രോത്ത് ഹെൽത്തി ആയിട്ട് വളരാനുള്ള ടിപ്സ് ഞാൻ പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ ഞാൻ ചെയ്യുന്നത് കറ്റാർവാഴയ്ക്ക് ഇത് കണ്ടില്ല, ഇതുപോലെ കട്ടിയായിട്ട് വരാനായിട്ട് ഇതിൻ്റെ കടയെല്ലാം ഇളക്കി കൊടുക്കുക ഇടയ്ക്കിടയ്ക്ക്. പിന്നെ നല്ല ഡ്രെയിനേജുള്ള പോട്ടിൽ വേണം കേട്ടോ സെറ്റ് ചെയ്യാനായിട്ട്. പിന്നെ കളകളൊക്കെ വരുന്നതെല്ലാം വലിച്ചു കളയണം. പിന്നെ ഞാൻ ഇതിൻ്റെ ചായയുടെ ചണ്ടി, മുട്ടത്തോട്, ഉള്ളികളുടെ വേസ്റ്റ്, നാരങ്ങത്തോട് ഇതെല്ലാം ഇട്ട് കൊടുക്കും കേട്ടോ. എന്നിട്ട് അതെല്ലാം ഇട്ടതിന് ശേഷം ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കും മണ്ണ്. പിന്നെ മെയിനായിട്ട് ചെയ്യുന്ന സംഭവം എന്ന് വെച്ചാൽ ഇതാണ് ഞാൻ പറയാമെന്ന് വിചാരിച്ചത്. ഈ ചിരട്ടയൊക്കെ കളയാതെ നമ്മളിപ്പോൾ കുറച്ച് സ്ഥലമൊക്കെ ഉള്ളൂ എന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ 5 സെൻറ്റോ 3 സെൻറ്റോ ഒക്കെ ഉള്ളൂ എന്ന് വെച്ചാൽ നമ്മൾ അവിടെ ഇവിടെ വലിച്ചെറിയില്ലേ ചിരട്ട. അപ്പോൾ നമുക്ക് ചിരട്ടയൊന്നും കളയാതെ നമുക്ക് കത്തിച്ച് അതിൻ്റെ കരിയെല്ലാം ചിരട്ടക്കരിയെല്ലാം ഈ കറ്റാർവാഴയുടെ കടയിൽ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കറ്റാർവാഴ നല്ല ഹെൽത്തി ആയിട്ട് വരും കേട്ടോ. കറ്റാർവാഴ വളർത്തിയത് കൊണ്ട് മാത്രം കാര്യമില്ല, കറ്റാർവാഴയുടെ തണ്ട് നല്ല തടി വേണമല്ലേ, എന്നാലല്ലേ അതിൻ്റെ ജെല്ലെല്ലാം നല്ലതായിട്ട് കിട്ടുകയുള്ളൂ. അധികം ഹെൽത്തി ആയിട്ട് വരാതിരുന്ന് കഴിഞ്ഞാൽ അത് എന്താണ്, അതിലധികം ജെല്ലുണ്ടാവില്ല അല്ലേ. അപ്പോൾ ഇതാ ഞാൻ ചിരട്ടയെല്ലാം കത്തിച്ച് അതിൻ്റെ കരിയൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം ഇതുപോലെ പൊടിച്ച് ഇട്ട് കൊടുക്കുക, കറ്റാർവാഴയുടെ കടയിൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ നല്ലതുപോലെ കട്ടിയായിട്ട് വരും കേട്ടോ കറ്റാർവാഴ. എനിക്ക് നല്ല അനുഭവമാണ്, അതാണ് ഞാൻ അത് ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ച് നിങ്ങൾക്കും കൂടെ ഉപകാരപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇതാ കണ്ടില്ല, ഇതാ മുട്ടയുടെ തോട് എല്ലാ വേസ്റ്റും ഞാനിട്ട് കൊടുക്കും. ഇടയ്ക്കിടയ്ക്ക് മണ്ണ് ഇളക്കിയും കൊടുക്കും കേട്ടോ. മെയിനായിട്ട് ഇട്ട് കൊടുക്കുന്നത് ഈ ചിരട്ടയുടെ കരിയൊക്കെയാണ്. അപ്പോൾ ചിരട്ട ആരും തന്നെ കളയണ്ട, കത്തിച്ച് ഇതുപോലെ കറ്റാർവാഴയുടെ കടയിലൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ലതുപോലെ നമുക്ക് കറ്റാർവാഴ വീട്ടിൽ വളർത്തിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇത് നിങ്ങൾ തീർച്ചയായും ചെയ്ത് നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് സക്സസ് ആയി തോന്നുകയാണെങ്കിൽ എന്നെ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കണേ. അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഓക്കെ, അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ. താങ്ക് യു.